കണ്ണൂരിലേക്ക് പോവുകയാണ്. അവിടെ അദ്ദേഹം വിമാനമിറങ്ങുന്നു. കണ്ണൂരിൽ ഇപ്പോൾ ഇ പി ജയരാജൻ എത്തിച്ചേരും. ഞങ്ങളുടെ പ്രതിനിധി അർജുൻ കല്യാടുണ്ട്. അർജുൻ കല്യാട്, വെരി ഗുഡ് മോർണിംഗ്. അർജുൻ കല്യാടുമായിട്ട് അടുത്ത ബന്ധമുള്ള ആളാണ് ഇ പി ജയരാജൻ. വലിയ സൗഹൃദമാണ് അർജുൻ കല്യാടെന്ന് എനിക്കറിയാം. അർജുൻ കല്യാടിനോട് അദ്ദേഹം പ്രതികരിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മളെല്ലാവരും നിൽക്കുന്നത്. ഇ പി എത്തിയോ? അരുൺകുമാർ, ഇ പി ജയരാജൻ കണ്ണൂരിൽ എത്തിയിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം വീട്ടിലേക്ക് എത്തിയിട്ടില്ല. 8:45 അദ്ദേഹത്തിൻ്റെ വിമാനം കണ്ണൂർ മട്ടന്നൂരിലേക്ക് എത്തിയിട്ടുള്ളതെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. എന്തായാലും രാഷ്ട്രീയപരമായി തന്നെ വലിയ തോതിൽ ചർച്ചയാകപ്പെടുന്ന ഒരു വിഷയം തന്നെയാണ്. നമ്മളിപ്പോൾ ഇ പി ജയരാജൻ്റെ വീട്ടിലാണുള്ളത്. ഇ പി ജയരാജൻ്റെ വീട്ടിൽ സാധാരണ രീതിയിൽ അദ്ദേഹം ഉണ്ടെങ്കിൽ നമുക്ക് മാധ്യമപ്രവർത്തകരോട് വലിയ തോതിൽ ഒരു അകൽച്ച കാണിക്കാത്തൊരു നേതാവ് തന്നെയാണ്. എല്ലാ സമയവും കൃത്യമായ തോതിൽ കാര്യങ്ങളെല്ലാം തന്നെ വിശദീകരിക്കാറുണ്ട്. പക്ഷേ വളരെ ചുരുക്കം ചില സന്ദർഭങ്ങളിൽ മാത്രമാണ് അദ്ദേഹം മാധ്യമങ്ങളെ മാറ്റി നിർത്തുന്ന ഒരു സ്വഭാവം കാണിക്കാറുള്ളത്. മറ്റെല്ലാ ഘട്ടങ്ങളിലും ഇ പി ജയരാജൻ്റെ വീട്ടിനകത്തേക്ക് ഏത് മാധ്യമപ്രവർത്തകനും സധൈര്യം കയറി ചെല്ലാൻ വേണ്ടി കഴിയുമായിരുന്നു. അത്തരത്തിൽ മാധ്യമങ്ങളോടൊരു അസ്പൃശ്യത കാണിക്കാത്ത ഒരു നേതാവ് തന്നെയാണ്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലുള്ള ഗൺമാൻ ഇത്ര സമയം ഗേറ്റ് തുറന്നിട്ടാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ വന്ന് ഗേറ്റ് അടച്ചിപ്പോൾ അകത്തേക്ക് പോയിട്ടുണ്ട്. അദ്ദേഹം 9:30 തന്നെ അദ്ദേഹം ഈ വീട്ടിലേക്ക് എത്തിച്ചേരുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. എന്തായാലും രാഷ്ട്രീയപരമായി വലിയ തോതിൽ കണ്ണൂരിൽ ഉൾപ്പെടെ വലിയ തോതിൽ ചർച്ചയാകാൻ വേണ്ടി പോകുന്ന, കേരളത്തിൽ ഉൾപ്പെടെ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്ന ഒരു വലിയ CPM വലിയ പ്രതിരോധത്തിലാക്കുന്ന, അല്ലെങ്കിൽ CPM വലിയ തോതിൽ പ്രതികരണം നടത്തേണ്ടുന്ന ഒരു രാഷ്ട്രീയ വിഷയം തന്നെയാണുള്ളത്. നമുക്കറിയാം ഈ വീടിനും ഒരു രാഷ്ട്രീയമായിട്ടുള്ള പശ്ചാത്തലം കൂടിയുണ്ട്. അതായത് അദ്ദേഹം കഴിഞ്ഞ കുറേ കാലങ്ങളായി ഈ തിരുവനന്തപുരത്ത് സംസ്ഥാന കമ്മിറ്റിയും സംസ്ഥാന സെക്രട്ടേറിയറ്റും ചിലപ്പോഴൊക്കെ കേന്ദ്ര കമ്മിറ്റി യോഗങ്ങൾ നടക്കുമ്പോൾ പോലും അദ്ദേഹം പങ്കെടുക്കാതെ ഈ വീട്ടിൽ തന്നെ ഇരിക്കുകയായിരുന്നു. ഇതിന് സമാനമായ രീതിയിൽ തന്നെ MV ഗോവിന്ദൻ സംസ്ഥാന സെക്രട്ടറി ആയ ഘട്ടത്തിൽ കേരളത്തിലുടനീളം ഒരു യാത്ര നടത്തിയിരുന്നു. ആ യാത്ര നടക്കുന്ന സമയത്ത് ആ യാത്ര കാസർഗോഡ് നിന്ന് പുറപ്പെട്ട് തൃശ്ശൂർ എത്തുന്നവരെയുള്ള സമയങ്ങളിൽ, അതായത് അത്രയും ദിവസങ്ങളിൽ അദ്ദേഹം ഈ യാത്രയുടെ ഒരു ഭാഗമാവാതെ ഈ വീട്ടിൽ തന്നെ ഇരിക്കുകയായിരുന്നു. അതായത് MV ഗോവിന്ദൻ സംസ്ഥാന സെക്രട്ടറി ആയതിനു ശേഷം ഇ പി ജയരാജന് പാർട്ടിയോട് ഒരു അകൽച്ച ഉണ്ടായിരുന്നു. താൻ സംസ്ഥാന സെക്രട്ടറി ആവുമെന്നുള്ള ഒരു പ്രതീക്ഷ അദ്ദേഹത്തിനുണ്ടായിരുന്നു. പക്ഷേ അത്തരത്തിൽ യാതൊരുവിധ ഒരു നീക്കവും പാർട്ടിയുടെ ഭാഗത്ത് ഇല്ലാത്തത് കാരണമാണ് അദ്ദേഹത്തിന് അത്തരത്തിലുള്ളൊരു തീരുമാനം എടുക്കേണ്ടി വന്നത്. അങ്ങനെ MV ഗോവിന്ദൻ സംസ്ഥാന സെക്രട്ടറിയായി കേരളത്തിൽ ഉൾപ്പെടെ ഒരു കേരള യാത്ര നടത്തുന്ന ഘട്ടത്തിൽ ഇ പി ജയരാജൻ ഒരു ഘട്ടത്തിൽ പോലും പങ്കെടുക്കാതെ തൃശ്ശൂരെത്തുന്നവർ ആ യാത്രയുടെ ഭാഗമാവാതെ ഈ വീട്ടിൽ തന്നെ നിൽക്കുകയായിരുന്നു. ഇതിന് തൊട്ടടുത്ത്, അതായത് കല്യാശ്ശേരിയിൽ പാപ്പിനിശ്ശേരിയിലെ അരോളിയിലെ ഈ വീട്ടിൽ നിന്നും ഏറ്റവും അടുത്ത നഗരമായിട്ടുള്ള തളിപ്പറമ്പിൽ പോലും ആ ജാഥ എത്തിയപ്പോൾ ആ ജാഥയുടെ ഭാഗമാവാതെ ഈ വീട്ടിൽ തന്നെ ഇ പി ജയരാജൻ ഇരിക്കുകയായിരുന്നു. അതിനുശേഷം നിരവധിയായിട്ടുള്ള സംസ്ഥാന കമ്മിറ്റി യോഗങ്ങളിൽ, സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗങ്ങളിൽ ഒന്നും തന്നെ പലപ്പോഴും പങ്കെടുക്കാതെ വീട്ടിൽ തന്നെ ഇരിക്കുക. മറ്റു പരിപാടികളുണ്ടെങ്കിൽ അതിനൊരു ന്യായീകരണമുണ്ട്. പക്ഷേ അത്തരത്തിൽ ഒരു പരിപാടികളിൽ പോലും പങ്കെടുക്കാതെ വീട്ടിൽ തന്നെ ഇരിക്കുമ്പോഴും സംസ്ഥാന സെക്രട്ടേറിയറ്റിലും സംസ്ഥാന കമ്മിറ്റിയിലും പങ്കെടുക്കാതെ അദ്ദേഹം മാറി നിൽക്കുകയായിരുന്നു. എന്തായാലും രാഷ്ട്രീയപരമായി കണ്ണൂർ CPMനകത്ത് കേരളത്തിൽ എപ്പോഴും CPMനെ കുറിച്ച് പറയുമ്പോൾ കണ്ണൂർ ലോബി എന്ന് ആവർത്തിച്ച് പറയാറുണ്ട്. പക്ഷേ അത്തരത്തിൽ കണ്ണൂർ ലോബി എന്ന് പറയുമ്പോൾ അത് പിണറായി വിജയൻ, കോടിയേരി ബാലകൃഷ്ണൻ, ഇ പി ജയരാജൻ, MV ഗോവിന്ദൻ എന്ന രീതിയിലേക്കുള്ള ഒരു ശ്രേണി ഉണ്ടായിരുന്നു. പക്ഷേ അതിനെ മറികടന്നുകൊണ്ട് കോടിയേരി ബാലകൃഷ്ണൻ സംസ്ഥാന സെക്രട്ടറിയായി മാറിയത് MV ഗോവിന്ദനാണ്. MA ബേബി പ്രതികരിച്ചില്ല. AKG സെൻറ്ററിൽ ഇപ്പോൾ നടക്കുന്ന, ഞാൻ തിരിച്ചു വരാം അർജുൻ കല്യാട്. AKG സെൻറ്ററിൽ നമ്മളടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ടർ പുറത്തുവിട്ട വാർത്തയെ തുടർന്ന് വലിയ രീതിയിലുള്ള ചർച്ചകൾ ഇപ്പോൾ നടക്കുകയാണ്. പലയിടങ്ങളിലും ഇ പി ജയരാജൻ സ്ഥാനം ഒഴിഞ്ഞാൽ അടുത്ത സ്ഥാനത്തേക്ക് വരുന്നതാര്? AK ബാലനാണോ? വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ആ വാർത്തയും നമ്മൾ പ്രേക്ഷകരിലേക്ക് അല്പസമയത്തിനുള്ളിൽ എത്തിക്കാം. പ്രേക്ഷകർ തുടരുക. 8:40 റിപ്പോർട്ടർ TV പുറത്തുവിട്ട വാർത്തയാണ്. ഇ പി ജയരാജൻ LDF കൺവീനർ സ്ഥാനം ഒഴിയുന്നു.